ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ ദൈവാരാധനയിലേക്ക് കടന്നു വരാൻ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക വിളി കിട്ടിയ എല്ലാവരെയും ഈ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഈ ആരാധനയ്ക്കായി യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 8-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം: ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകമായി ഈ വെല്ലുവിളികൾ നിറഞ്ഞ നാളുകളിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ പ്രവർത്തനത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ തളർന്നും തകർന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ അധരങ്ങൾ കൊണ്ടുള്ള കോട്ടയാണ് തിന്മ കടന്നു വരാതിരിക്കാനുള്ള ഏക പരിഹാര മാർഗം. അത് ദൈവസ്തുതിയാണ്. കുഞ്ഞുങ്ങളെപ്പോലെ, ശിശുക്കളെപ്പോലെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തുതിയുടെ കോട്ട നാം നമ്മുടെ ഭവനങ്ങളിൽ ഉയർത്തുമ്പോൾ തിന്മയും രക്തദാഹികളായ പൈശാചിക ശക്തികളും നിശബ്ദമാക്കപ്പെടുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ എല്ലാം പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. ജെറമ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ കൈകളിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. കർത്താവെ, ഞങ്ങൾ ഈ ആരാധനയ്ക്കായി ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഏറെ ബന്ധിതമായിരിക്കുകയാണ്. ദുഷ്ടന്റെ കൈകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമേ, ഞങ്ങളെ വീണ്ടെടുക്കുന്ന കർത്താവെ, അധരങ്ങൾ കൊണ്ടുള്ള സുശക്തമായ കോട്ട കെട്ടി തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളെ വിടുവിക്കണമെന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിന് മുമ്പിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകുവാൻ, അഗ്നി അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഈ പ്രാർത്ഥനയുടെ വേളകളിൽ അങ്ങ് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ യേശുവിന്റെ നാമം വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, അവിടുന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷിതാവ്. യേശുവേ, അങ്ങയുടെ വിടുതലിന്റെ ശക്തി ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ബന്ധിതമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും യേശുവിലൂടെയുള്ള സമഗ്ര വിമോചനം സ്വന്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. യേശുവേ ആരാധന. ഒരുമിച്ച് വാഴ്ത്തുന്ന ദൈവമേ, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങ് വിളിക്കുന്നു. വിടുതലിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അഗ്നിയുടെ അഭിഷേകം നൽകി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പാപത്തിന്റെ അടിമത്ത ചങ്ങലകളെല്ലാം പരിശുദ്ധാത്മ ശക്തിയാൽ ചാമ്പലാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിടുതലിന്റെ ആത്മാവിനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. എല്ലാവരും ചേർന്ന്
ഹൃദയങ്ങളിലെ കടന്നു വരണമേ. അരൂപിയുടെ പ്രകാശം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. ആത്മാവിന്റെ വെളിച്ചം ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കട്ടെ. ആഗ്രഹത്തോടെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. കൃത്തിൽ വന്നു വസിച്ചിടണേ. ചേർന്ന് പാടാം. അഭിഷേകമേ, ആഗ്രഹത്തോടെ അഭിഷേകമേ, കാറ്റായി വീശണമേ, കറ്റായി വീശണമേ. കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, യേശുവിന്റെ ആത്മാവേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. സ്ലീകരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി ആത്മാവിനെ വിളിച്ചാരാധിക്കാം. ആത്മാവായ ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ ശക്തീകരിക്കുവാൻ, അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കാം. സ്ലീകരിൽ നിറഞ്ഞ ആത്മാവ്. ശ്രീഹരിൽ നിറഞ്ഞ ആത്മാവേ, എന്നിൽ നിറയണമേ. ശ്രീഹരിൽ നിറഞ്ഞ ആത്മാവേ, എന്നിൽ നിറയണമേ. അഗ്നിയ സ്നാനം ചെയ്യണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ, ഗ്ലോറി. സാക്ഷിയായി ഉയർത്തണമേ. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി അഭിഷേകമേ, ശക്തമായി കരങ്ങൾ അടിച്ച് അഭിഷേകമേ, കാറ്റായി വീശണമേ, ഓ സ്തോത്രം. കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ സ്തോത്രം. അഭിഷേകമേ, ആത്മാവേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. രണ്ട് കരങ്ങളും അവിടെ സന്നിധിയിലേക്ക് ഉയർത്തി ആത്മാവായ ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, വന്നു നിറയണമേ. ഹല്ലേലൂയ, ഹാല ഹാല ഹാല. ഏതാനും മിനിറ്റുകൾ സ്വതന്ത്രമായി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. അരൂപിയുടെ ഭാഷയിൽ ആരാധിക്കാം. ഹാല 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 ഹാല. റിയ 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 റിയ. ഹാല ഹാല ഹാല. ആത്മാവായ ദൈവമേ, നവീകരിക്കുന്ന ദൈവമേ, ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. രോഗികളെ ഉയർത്തി ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ ഒരു നിമിഷം അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗലാത്യ 6:15 നമ്മൾ വായിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. ഒരു പുതിയ ചൈതന്യം എന്നിൽ പകരണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കണമേ. നവമായ ഒരു ചൈതന്യം
ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ഈ ആരാധനയിൽ സൗഖ്യത്തിൻ്റെ ചൈതന്യം ഞങ്ങളുടെ രോഗികളായ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. ആഗ്രഹത്തോടെ നമുക്ക് പാടാം. ഒരു പുതു ഹൃദയ, ഒരു പുതു ചൈതന്യം. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിൻ രക്ഷയിൽ സന്തോഷം നീ തിരികെ തരണേ. നിൻ രക്ഷയിൽ സന്തോഷം നീ തിരികെ തരണേ. ഈ ആത്മസാന്നിധ്യം അനുഭവിച്ച് നമ്മെ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന, പുതിയ ഹൃദയം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ആ നല്ല ദൈവത്തെ നമുക്ക് വീണ്ടും പാടാം, വീണ്ടും ആരാധിക്കാം. ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പാടാം. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക ദേവ. എല്ലാവരും ചേർന്ന് ആഗ്രഹത്തോടെ ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. എല്ലാവരും ചേർന്ന് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ. ദൈവമേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ തള്ളിക്കളയരുതേ. അങ്ങയുടെ നവമായ സ്നേഹം ഞങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കട്ടെ. തളർന്നുപോയ ജീവിതങ്ങൾക്ക് ബലം ലഭിക്കട്ടെ. അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ വീണ്ടും കരങ്ങൾ ഉയർത്തുന്നു കർത്താവേ. ആത്മാവ് കൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. ഓ യേശുവേ ആരാധന. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. നമുക്ക് പാടാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. ആഗ്രഹത്തോടെ
മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഓ കർത്താവേ, ഹൃദയമെന്നിൽ ആഗ്രഹത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നല്ല മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. രണ്ട് കരങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് വീണ്ടും ഉയർത്താം. ആത്മാവിനെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. പിതാവായ ദൈവമേ, കുടുംബമായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ നവീകരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇതാ ഞാൻ എല്ലാം നവീകരിക്കുന്നതാണ് ചെയ്ത കർത്താവേ. അഗ്നിയാൽ ഞങ്ങളെ ഉറകൂട്ടുന്ന ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന ദൈവമേ, ആരാധിക്കുന്നു. ഓ ഈശോയേ, ഈ ആരാധന കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാ ജീവിതങ്ങളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളോടും ചേർന്ന് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ദൈവമേ നന്ദി, ആരാധന. പുതിയ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന, പുതിയ ശക്തി നമുക്ക് നൽകുന്ന, രക്ഷയുടെ ആനന്ദം കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന നല്ല ദൈവത്തിന് എന്നെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.